കൗതുകകരമായ പേരുള്ള ഒരു ഔഷധ സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പങ്ക്ചർ വൈൻ എന്നാണ് ഇതിൻ്റെ പേര്. പേരിൽ തന്നെയുണ്ട് അതിനു പിന്നിലെ കാരണം. ഏത് പ്രതലത്തെയും തുളച്ച് പഞ്ചറാക്കാൻ കഴിവുള്ള ചെടി എന്നർത്ഥം. അതായത് ഒരു സൈക്കിൾ ടയറിനെയോ ചെരിപ്പിടാതെ നടന്നു പോകുന്ന ഒരാളുടെ പാദത്തെയോ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ കനം കുറഞ്ഞ പാദരക്ഷകളെയോ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ വായും തൊലിയുമൊക്കെയോ വളരെ നിസ്സാരമായി പഞ്ചറാക്കാൻ കഴിവുള്ള ചെടിയാണിത്. വിശേഷണം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ ചെടി നമുക്ക് പരിചിതമാണ്. സാക്ഷാൽ ഞെരിഞ്ഞിലാണിത്. ഔഷധച്ചെടിയായ ഞെരിഞ്ഞിൽ. ഞെരിഞ്ഞിലിൻ്റെ മുള്ള് കയ്യിലോ കാലിലോ തറച്ചവർക്കേ അറിയൂ അതിൻ്റെ വേദനയും അസ്വസ്ഥതയും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാർഷിക സസ്യമായ ഞെരിഞ്ഞിൽ മികച്ച ഒരു ഔഷധ സസ്യവുമാണ്. ട്രിബ്യൂലസ് ടെറസ്ട്രിസ് എന്ന സസ്യനാമം. ലോകമാകമാനമാണ് ഞെരിഞ്ഞിലിൻ്റെ വാസം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം എത്ര വരണ്ട കാലാവസ്ഥയിലും ഇനി മറ്റൊരു ചെടിയും വളരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലത്തും ഞെരിഞ്ഞിൽ അനായാസം വളരും എന്നറിയുക. ചെടിയുടെ പ്രധാന നാരായ വേരിൽ നിന്ന് പടർന്നു വളരുന്ന നേർമയുള്ള ചെറു വേരുപടലങ്ങളാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരാൻ ഇതിനു സഹായകമാകുന്നത്. ചെറിയ കായ്കളിലെ തറച്ചു കയറുന്ന കൂർത്ത മുള്ളുകളുടെ സാന്നിധ്യം നിമിത്തം പലയിടങ്ങളിലും ഞെരിഞ്ഞിലിനെ ഉപദ്രവകാരികളായ കളകളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഞെരിഞ്ഞിൽ തന്നെ 2 തരമുണ്ട്. ചെറിയ ഞെരിഞ്ഞിൽ എന്ന മധുര ഞെരിഞ്ഞിലും വലിയ ഞെരിഞ്ഞിൽ എന്ന കാട്ടു ഞെരിഞ്ഞിലും. രണ്ടിൻ്റെയും ഗുണങ്ങൾ ഏറെക്കുറെ സമാനമെന്ന് പുരാണ ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ചെറിയ ഞെരിഞ്ഞിലിൻ്റെ കായാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കായ് മാത്രമല്ല, ചെടി സമൂലവും ഔഷധയോഗ്യമാണ്. മറ്റു ചെടികളിൽ പടർന്നു കയറിയോ നിലത്ത് പടർന്നു വളർന്നോ ആണ് ഇത് കാണപ്പെടുന്നത്. മഞ്ഞ നിറമുള്ള ചെറിയ പൂക്കളും ചുറ്റും മുള്ളുകളുള്ള കായ്കളുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. കായ്കൾ വിളഞ്ഞു പാകമാകുമ്പോൾ പൊട്ടിത്തുറന്ന് വിത്തുകൾ പുറത്തു വരും. ഒരാഴ്ച മതി പൂക്കൾ കായ്കളായി മാറാൻ. മൂത്രാശയ രോഗങ്ങൾക്ക് കൺകണ്ട ഔഷധമായാണ് ഞെരിഞ്ഞിൽ പണ്ടേ അറിയപ്പെടുന്നത്. ആയുർവേദ വിധിപ്രകാരം വൃക്കരോഗങ്ങൾക്ക് ചെടി സമൂലം ഉപയോഗിക്കാം. മൂത്രത്തിൽ കല്ലുണ്ടാകുന്ന അവസ്ഥയ്ക്ക് ഞെരിഞ്ഞിൽ കൊണ്ട് വിധിപ്രകാരം കഷായം വെച്ച് സേവിച്ചാൽ ഫലപ്രദമാണ്. ഉണക്കിയ ഞെരിഞ്ഞിൽ അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങാൻ കിട്ടും. ഒരു പിടി ഞെരിഞ്ഞിൽ ഇട്ടു തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് വൃക്കയിലെ കല്ല് അലിയിച്ചു കളയും എന്ന് മാത്രമല്ല, സുഖകരമായ മൂത്രശോധനയും ഉറപ്പാക്കും. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലതുലന നില ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവനോയിഡുകൾ, സ്റ്റീറോയിഡുകൾ, സാപ്പൊണിനുകൾ, ആൽക്കലോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ഫൈറ്റോസ്റ്റീറോൾ, ടാനിൻ, ടെർപ്പിനോയിഡുകൾ, അമിനോ അമ്ലങ്ങൾ, മാംസ്യം തുടങ്ങിയവയാണ് ഞെരിഞ്ഞിലിൻ്റെ സവിശേഷ ഔഷധ ഗുണത്തിന് നിദാനം. രക്തപിത്തം, ആമവാദം, മുടിവട്ടത്തിൽ കൊഴിച്ചിൽ, ചുമ, പ്രമേഹം, ഹൃദ്രോഗം, ലൈംഗിക ശേഷി കുറവ് തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് ഉത്തമ പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ. ദശമൂലാരിഷ്ടം, ദശമൂല പഞ്ചകോലാദി കഷായം എന്നീ ഔഷധ തയ്യാറിപ്പുകളിലെ ചേരുവയുമാണ് ഞെരിഞ്ഞിൽ. രക്തക്കുഴലുകളെ ആയാസരഹിതമായി പ്രവർത്തിപ്പിച്ച് രക്തസമ്മർദ്ദം കുറയാൻ സഹായിക്കും. സുഖകരമായ മൂത്രശോധന ഉറപ്പാക്കിയും കാൽസ്യം സംയുക്തങ്ങളുടെ രൂപീകരണം തടഞ്ഞുമാണ് ഞെരിഞ്ഞിൽ വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാതെ തടയുന്നത്. ഉത്തമ പ്രമേഹനാശിനിയാണ് ഞെരിഞ്ഞിൽ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാനും കൊളസ്ട്രോൾ നില ക്രമീകരിക്കാനും ഇത് ഉപകരിക്കുന്നു. പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ തൊലിപ്പുറത്ത് വർണ്ണകത്തിൻ്റെ സാന്നിധ്യം പുനരുജ്ജീവിപ്പിച്ച് വെള്ളപ്പാണ്ട് നിമിത്തം വിഷമം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകും. പേശികളുടെ കരുത്തും വളർച്ചയും മെച്ചപ്പെടാൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യ സംരക്ഷകവുമാണ് ഞെരിഞ്ഞിൽ. കൊളസ്ട്രോൾ തോത് കുറയ്ക്കുക വഴിയാണ് ഇത് സാധ്യമാക്കുന്നത്. ഹോർമോണായ സെറട്ടോണിൻ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക വഴി മാനസിക സമ്മർദ്ദം, ആകാംക്ഷ, മനോനില മാറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഞെരിഞ്ഞിൽ പരിഹാരമാകും.
തലച്ചോറിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും ഇതിന് നിർണായകമായ സ്ഥാനമുണ്ട്. ചർമ്മ സംരക്ഷണ സഹായിയുമാണ് ഈ ഔഷധി. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ തൊലിപ്പുറത്തെ അലർജി, സോറിയാസിസ്, വട്ടച്ചൊറി അഥവാ കരപ്പൻ തുടങ്ങിയവയ്ക്കും നല്ലൊരു മരുന്നാണ് ഞെരിഞ്ഞിൽ. ഞെരിഞ്ഞിലിന് അർബുദ പ്രതിരോധ സ്വഭാവവുമുണ്ട്. ശരീരത്തിലെ സ്വതന്ത്ര റാഡിക്കലുകളെ നീക്കി കോശങ്ങളുടെ അമിത വളർച്ച തടഞ്ഞാണ് ഇത് സാധ്യമാക്കുന്നത്. സ്വാഭാവിക ഞെരിഞ്ഞിലിനു പുറമെ ഗുളിക രൂപത്തിലും പൊടിയായും ടോണിക്കായുമൊക്കെ ഞെരിഞ്ഞിൽ വിപണിയിലുമുണ്ട്. സുഖകരമായ മൂത്രശോധനയ്ക്കും മൂത്രാശയ സംബന്ധമായ രോഗാവസ്ഥകൾക്കും ഉത്തമമായ ഒറ്റമൂലി എന്നാണ് പൊതുവെ ഞെരിഞ്ഞിൽ എന്ന ഔഷധസസ്യം അറിയപ്പെടുന്നതെങ്കിലും മറ്റു നിരവധി ഔഷധമേന്മകൾ ഉള്ളിലൊതുക്കിയ ഔഷധി കൂടെയാണിത് എന്നതാണ് യാഥാർത്ഥ്യം.